പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അബയുടെ മരണം അറിഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് സാഗറിന്റെ. ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. സാഗർ മാനസികമായി ആകെ തകർന്നു പോവുകയും ഇനി ഞാൻ കുറച്ചു നാളത്തേക്ക് മാറി നിൽക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേസമയം ബലരാമൻ കാണുന്നതിനായി അവിടേക്ക് വന്നിരിക്കുകയാണ്. യാതൊരു വിധത്തിലും തളർന്നു പോകരുത് എന്ന് പറയുന്ന ബലരാമൻ എന്തിനും ഏതിനും കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിക്കുകയും നിങ്ങളുടെ ഫാമിലി എനിക്ക് അത്രയധികം വേണ്ടപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് കൺമണിയും കൃഷും. കൃഷിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന കൺമണി കൃഷിന്റെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്തിരിക്കുകയാണ്. യാതൊരു വിധത്തിലും കൃഷ് തളർന്നു പോകരുത് എന്ന് കൺമണി പറഞ്ഞുകൊണ്ട് കൃഷിന് കരുത്തായി കൂടെ നിൽക്കുകയാണ് കൺമണി. കൺമണിയുടെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് കൃഷിനും വളരെയധികം സന്തോഷമുണ്ടാകുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന വാക്കുകളാണ് കൺമണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൃഷ് തിരിച്ചറിയുകയാണ്. ഇതേ തുടർന്ന് ഇനിയും ഇങ്ങനെ വീട്ടിൽ മടി പിടിച്ച് ഇരിക്കരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് കൺമണി. കൃഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ തെറ്റുകൊണ്ടല്ല ഈ മരണം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നിലേക്ക് പോകാം. ഒരിക്കലും ആവശ്യമില്ലാതെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വിഷമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും കൃഷ് തെറ്റ് ചെയ്തിട്ടില്ല. ഈ കുറ്റബോധത്തിൽ നിന്നാണ് കൃഷ് ആദ്യം രക്ഷപ്പെടേണ്ടത് എന്ന് പറയുകയും കൃഷിന് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ടുകൂടെ നിൽക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് കൃഷിനുണ്ടാകുന്നത്. കൃഷ് കൺമണിയുടെ സ്നേഹം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. കൺമണി മാത്രമാണ് തൻ്റെ കൂടെ നിന്ന് ഇത്രയധികം സപ്പോർട്ട് ചെയ്തത്. അങ്ങനെയുള്ള കൺമണിയെ കൈവിട്ട് കളയരുത് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് കൃഷ് മുന്നിലേക്ക് വരുന്നത്. കൺമണി തൻ്റെ കൂടെയുള്ളപ്പോൾ തനിക്ക് വളരെയധികം കരുത്ത് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺമണിയെ പോലെയുള്ള ഒരു പെൺകുട്ടിയാണ് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് കൃഷ്. ഇതേ സമയം കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങിയെത്തുകയാണ് മാനസ. മാനസയുടെ അപ്രതീക്ഷിതമായ ഈ വരവ് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു. ഇതേ തുടർന്ന് സാഗറിനെയും സുജിയെയും ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ് അവൾ. എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും തന്നെ വിചാരിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായ ദുരന്തമായിരുന്നില്ലേ എന്നും കൃപ തനിക്ക് സ്വന്തം സഹോദരിയെ പോലെ തന്നെ ആയിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അവൾ കൃഷിന്റെ അടുത്തേക്ക് വന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് കൃഷിന്റെ കൂടെ ഞാനാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു അവൾ. ഇത് കേൾക്കുന്നത് കൺമണിക്ക് ഇഷ്ടമാകുന്നില്ല എങ്കിലും കൺമണി ഇതേ തുടർന്ന് മാറിക്കൊടുക്കുകയാണ്. ഇതേ സമയം സുമിത്രയാകട്ടെ ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെയധികം സന്തോഷിക്കുന്നു. ഇത്രയധികം സന്തോഷം ഈ അടുത്തൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന സുമിത്ര ഇനിയും അവൻ കരയാൻ കിടക്കുന്നതേയുള്ളൂ എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഇതേ തുടർന്ന് പുറത്തു പോകാതിരിക്കുന്നതിന് ശ്രദ്ധിക്കാനും ബലരാമൻ തയ്യാറാകുന്നു. ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന ബലരാമൻ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് കൃഷിനും വീട്ടുകാർക്കും ഇപ്പോൾ കരുത്തായി നിൽക്കുന്നത് കൺമണിയാണ് എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ
കൺമണിയെ ഇല്ലാതാക്കണമെന്നുള്ള തീരുമാനം എടുക്കുകയും അല്ലെങ്കിൽ കൺമണിയെ ആ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ ഓഫീസിലേക്കോ കൊണ്ടുവരികയോ ചെയ്യണം. ആ തിരിച്ചടി കൂടി കിട്ടുന്നതോടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കൃഷിനും കുടുംബത്തിനും ഉണ്ടാവുക. ഇതിന്റെ ഭാഗമായി മനോജിനെ വിളിപ്പിക്കാമല്ലോ എന്ന് സുമിത്രയോട് ചോദിച്ചതിനെ തുടർന്ന് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സുമിത്ര. ഇതോടെ മനോജിനെ തന്റെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്ന ബലരാമൻ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അതിന്റെ റിസൾട്ട് ഒന്നും ഇത്രയും നാളുകളായിട്ട് എനിക്ക് കിട്ടിയില്ല. എന്താണ് അതിന് എക്സ്പ്ലനേഷനായി തരാനുള്ളത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് മനോജ് ഒന്ന് പതറുന്നു. ഇതേ തുടർന്ന് മനോജ് തൻ്റെ സഹോദരിയുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നത് അവളാണ്. അതിൽ കൈകടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്ത് തീരുമാനമെടുക്കുന്നോ അത് തന്നെ ശരി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവളുടെ കൂടെ ഞാൻ നിൽക്കുക തന്നെ ചെയ്യും, അതിൽ മാറ്റമില്ല. അവളുടെ തീരുമാനം അവൾ ഉടൻ തന്നെ പറയും. അതിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അവളെ ഫോഴ്സ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ബലരാമൻ തൻ്റെ ദേഷ്യം മനോജിന്റെ മുന്നിൽ കാണിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് കടന്നു വരികയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.